ഈ കുക്കുനോടുള്ള സ്നേഹം കാരണം ഞാൻ ആപ്പിള് പോലും കഴിക്കാറില്ല, അറിയോ? ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൊല്ലം വീട് കാണുന്നത്. രക്ഷയില്ല, വൈബ് സ്പോട്ട്. വൈകുന്നേരമൊക്കെ വരണം. കഴിഞ്ഞ 4 തവണ ഇവിടെ വന്നപ്പോൾ വേണ്ടി വന്നു, തുറന്നിട്ടുണ്ടായില്ല. ചേട്ടാ എവിടെയായിരുന്നു ഇത്രയും കാലം? നമ്മള് നേരത്തെ കാണേണ്ട. This is not juice street. Juice street. ചേട്ടായി ഇത് കിണറല്ല, വലിയ ഉരുളി. ഇഷ്ടായോ? ഞാന് 7ാം ക്ലാസ്സിൽ ഈ തുറവൂര് പഠിക്കാൻ വരുന്ന സമയത്ത് പുള്ളിയുണ്ട്. അന്ന് ഈ കടയൊന്നുമല്ല, ചെറിയൊരു കുഞ്ഞു കടയായിരുന്നു. അന്തക്കാലം മുതൽ ഞാൻ കഴിക്കുന്നതാണ്. അന്നും ഇന്നും ഇത്രയും ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ. സീരിയസ്ലി. ഹായ് ഗൈസ്, നമ്മൾ എങ്ങോട്ടാ ചേട്ടാ ഇപ്പൊ കൊണ്ടിരിക്കുന്നത്? ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ നമ്മുടെ കൊണ്ടലിപ്പിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങളിവിടെ ചെക്കൗട്ട് ചെയ്തിട്ട് ചേട്ടാ ഇന്ന് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊച്ചി കണ്ടിട്ടില്ല എന്ന് പറയുന്നു. കൊച്ചി കണ്ടിട്ടില്ല എന്നല്ല ഞാൻ കുക്കുനോട് പറഞ്ഞു, കുക്കു കൊച്ചിയിൽ എന്നെ കൊണ്ടുപോകരുത്. അതെന്താ? കൊച്ചി കണ്ടവന് അച്ചി വേണ്ട, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. ഈ കുക്കുനോടുള്ള സ്നേഹം കാരണം ഞാൻ ആപ്പിള് പോലും കഴിക്കാറില്ല, അറിയോ? ഞാൻ എല്ലാ ദിവസവും ആപ്പിൾ കഴിച്ചാൽ കുക്കു എന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമല്ലേ? എങ്ങനെ ചേട്ടാ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ചളി ഇങ്ങനെ വരുന്നു? ജന്മസിദ്ധമായി കിട്ടിയതാണോ അത് അല്ലാതെ ഇങ്ങനെ പ്രോസസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തലയിൽ മുഴുവൻ? മനസ്സിലായി. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് കൊച്ചിക്കാണ്. കൊച്ചിയിൽ പോയിട്ട് നമ്മൾ ചേട്ടാ എനിക്ക് എന്തൊക്കെ മേടിച്ചു? ഒന്നും വാങ്ങി തരില്ല. ഞാൻ നല്ല തണുത്ത മോരുമ്പെള്ളം വാങ്ങി തരും. നല്ല ചൂടുണ്ട്, നല്ല തണുത്ത മോരുമ്പെള്ളം വാങ്ങി തരും. നല്ല ചൂടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ മട്ടാഞ്ചേരി ഫെറിയിൽ ഞാൻ കയറിയിട്ടില്ല ഇതുവരെ. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം എന്ന് കുക്കുവിന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ആഗ്രഹത്തിനൊത്ത് ചേട്ടായി പോയിട്ടുണ്ടോ ജ്യൂസ് സ്ട്രീറ്റിലും? ഞാന് അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് കൊച്ചി. കാരണം ഞാൻ പഠിച്ചത് എറണാകുളത്തൊക്കെ ആണെങ്കിലും ഇല്ല. ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യത കുറവല്ലോ. ആരാ ഫ്രണ്ട്? അങ്ങനെ ഞാനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സത്യം പറ. ഞാനും അവനും കൂടെ മിക്കവാറും ക്ലാസ് കട്ട് ചെയ്ത് ഒരുമിച്ച് ബൈക്കിൽ കറക്കമുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങിയ കൂട്ടത്തിൽ കറങ്ങിയ കറക്കങ്ങൾ മാത്രമേ ഉള്ളൂ. അതല്ലാതെ കൂടുതലായിട്ട് ഞാൻ കൊച്ചി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതിപ്പോഴൊന്നുമല്ല കേട്ടോ, 2010-9 സമയത്ത്. ഓ മൈ ഗോഡ്, 2009. ഞാനൊന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു ഞാനൊന്ന്. ചേട്ടാ 2004 എന്ത് ചെയ്യായിരുന്നു? അത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കാം. അയ്യോ. എന്തായാലും നമ്മുടെ ഇവിടുത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. സ്റ്റേ ഭയങ്കര നല്ലതായിരുന്നു. ഞങ്ങൾക്ക് പക്ഷെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പൂളിലൊന്നും ഇറങ്ങാൻ പറ്റിയില്ല. അതുപോലെ നമ്മുടെ സാംസ് ഹോളിഡേയ്സിന്റെ സാംസ് വെക്കേഷൻസിന്റെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ദിവസമാണ് ഇന്നലെ കഴിഞ്ഞു. ശരിക്കും നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾ ഫിഷിങ്ങിന് കണക്കാക്കി ഫിഷ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വരും. നല്ലൊരു ചൂണ്ടൊക്കെ കൊണ്ട് വരികയാണെങ്കിൽ ചാകര എന്തായാലും കിട്ടും. ശരിക്കും അത് ഞങ്ങളുടെ മറ്റു വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതുവരെ ചൂണ്ടയിട്ടിട്ട് കിട്ടാത്ത ഞങ്ങൾക്ക് വരെ ചേട്ടായി ഇതുവരെ കിട്ടി ഞാൻ കണ്ടിട്ടില്ല. ഓ സോറിടാ, നീ എന്നെ വലവീശി പിടിച്ചതാണല്ലേ? ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ ചൂണ്ടയിട്ട് പിടിച്ചതാ, പക്ഷെ ഇവിടെ എന്നെ വലവീശി പിടിച്ചതാന്നുള്ള സത്യം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ഗൈസ്. ആ വല പൊട്ടിച്ചങ്ങ് പോയായിരുന്നില്ലേ, ഞാൻ രക്ഷപ്പെട്ടേനെ. നമ്മളങ്ങനെ ജ്യൂസ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. അന്വേഷിച്ച് നടക്കുകയാണ്. വേറെ എവിടെ കൂടിക്കോ കറങ്ങി ഞങ്ങൾ ജ്യൂസ് സ്ട്രീറ്റിലെത്തി. ജ്യൂസ് സ്ട്രീറ്റ് കുക്കു പറയാണ് നിങ്ങൾക്ക് അവിടെ പോയി ജ്യൂസ് കുടിക്കാണ്. എന്താണ് കുക്കു? This is not juice street. Juice street. ചേട്ടായി കുക്കു വിചാരിച്ച ജ്യൂസ് കിട്ടുന്ന സ്ട്രീറ്റ് ആയിരിക്കും ജ്യൂസ് സ്ട്രീറ്റ് എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മതി
ഒരു മണ്ടി ശരിയാക്കി തരാം. ഇതിന്റെ എല്ലാ പ്രതികാരം ഞാൻ അങ്ങോട്ട് പോയപ്പോ കുറെ കടകളുണ്ട്. ആ കടകളിലൊക്കെ സാധനം മേടിച്ച് ഞാൻ പ്രതികാരം തീർക്കും. പിന്നെ വന്നാ മതി. കാശ് കൊടുക്കണ പേട്ടത് ഞാൻ ചേട്ടായി, നിങ്ങൾ എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് കാണണ്ട, കാമുകിയായിട്ട് കണ്ടാ മതി. കാറി പോലും കേട്ടില്ലേ? ഇറക്കി പോടി. വെയിലുണ്ടാ? സന്തോഷമായ? സന്തോഷമായി. ഞാനിവിടെ വന്നിട്ടില്ല, നല്ലതാ. പക്ഷെ ചേട്ടായി ഒരു കടയിൽ തന്നെ കേൾക്കുന്നില്ല. അപ്പൊ ഇപ്പൊ പിന്നെ ചേട്ടായി എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുക. ചേട്ടായി ആ കട കയറാം. നോ, യൂസ്റ്റിട്ട് കാണാനേ കൊള്ളാവൂ, കേറാൻ കൊള്ളൂല. ചെലവാ ചെലവാ. നാനൂറ്റൻപത് വർഷത്തിലേറെ പഴക്കമുള്ളതും കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പുരാതനമായ സിനഗോഗാണ് കൊച്ചിയിലുള്ളത്. ആയിരത്തി 568 നിർമ്മിച്ച പള്ളിയാണിത്. ജെറുസലേമിലേക്ക് നോക്കി പടിഞ്ഞാറോട്ടാണ് സിനഗോഗിൻ്റെ ഒരു ഫേസിംഗ് നിൽക്കുന്നത്. ഈ നടുവിൽ നിൽക്കുന്ന പ്രസംഗപീഠത്തിലാണ് പ്രാർത്ഥനകളെല്ലാം നടത്തുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ ഉണ്ടാക്കിയ തറയോടുകളാണിത് മുഴുവൻ. ഇതൊക്കെ ഈ പെയിൻറ്റുകളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നാച്ചുറൽ കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ടൈലിനും ഓരോ ഡിസൈൻ ആയിരിക്കും, എല്ലാം സെയിം ആയിരിക്കില്ല. മട്ടാഞ്ചേരിയിലെ ക്ഷേത്രവും അതുപോലെ കൊച്ചി രാജാവിൻ്റെ കൊട്ടാരവുമാണ് ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തുള്ളത്. ക്ഷീണിച്ചോ? നന്നായി. നല്ല വെയിലാ ചേട്ടാ. ഈവനിങ് വരണമായിരുന്നു. ഈവനിങ്ങിന് ഇപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്തായാലും നടക്കൂല. ഷോപ്പ് ചെയ്തല്ലോ, കോൾ അടിച്ചല്ലോ, സന്തോഷമായില്ലേ? എന്റെ പകുതിയേ ഉള്ളൂ. പുള്ളി പറഞ്ഞത് ഇത് ഫ്രീ സൈസ് ആണ്, ഇതിനകത്ത് ഞാൻ കേറുമെന്നാ പറഞ്ഞത്. കേറിയ മതിയായിരുന്നു. പക്ഷെ ഷോപ്പ് കൊള്ളാം അല്ലേ? അത്യാവശ്യം വലിയ, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ കത്തി റേറ്റ് ആണെന്ന് തോന്നിക്കുന്ന സാധനം. ഇതിലും റേറ്റ് കുറവാണോ ഇത് ഫുള്ള് റേറ്റ് കുറച്ച് എന്താണെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് ഞാനെടുത്ത കുറച്ചൊരു എന്താ പറയാ ബീച്ച് ടൈപ്പ് ഡ്രസ്സാണ് എടുത്തത്. പെട്ടെന്ന് നമ്മൾ ബീച്ചിൽ പോകണമെന്നല്ലേ. ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കൊല്ലം പഴക്കമുള്ള വീട് കാണുന്നത്. 450 വർഷം പഴക്കമുള്ള ചേച്ചി. ഞാൻ ചേച്ചി കുറെ നേരത്തോടെ നിൽക്കുന്നതാണ്. ഇപ്പൊ എങ്ങനെയാ അങ്ങോട്ട് പോയി ചോദിക്കുന്നത്? ചേച്ചി എന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചേച്ചി ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു. ആ വീട് ഒരു ജൂതൻ്റെ വീടാണ്. കുറേ വീട്ടുകാരുണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ പുള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ പുള്ളി ഇപ്പോൾ അവിടെ ഇല്ല. പുള്ളി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് കയറ്റി കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ പുള്ളി കോയമ്പത്തൂർ പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. 450 വർഷത്തോളം എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. പുള്ളി പുറത്ത് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലേ 450 വർഷം പഴക്കമുള്ള വീട്. 1500കളിൽ ജൂതന്മാർ അവിടുന്ന് നാട് വിട്ട് വന്നപ്പോൾ കുടിയേറിയ ആളുകളുള്ള വംശത്തിൽപ്പെട്ട ആളുകളാണ് അവരെല്ലാവരും, ഇവിടെയുള്ള ജൂതന്മാർ. മുമ്പൊക്കെ കുറേ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പോൾ പോലീസ് മ്യൂസിയത്തിൽ വരണം എന്ന് പറഞ്ഞിട്ട് കയറി. ഇതിനകത്ത് ആരും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. വേണ്ട. പോലീസ് ബോഡി ഗാർഡ് ഓഫ് കിങ്ങിന്റെ പോലീസ് ബോഡി ഗാർഡാ. പോലീസ്മാൻ ഓഫ് ട്രാവൻകൂർ കിങ്. ട്രാവൻകൂർ കിങ് എപ്പോഴും കുറച്ച് ചേട്ടായി. ഓ താങ്ക് യു ബൈ, താങ്ക് യു സോ മച്ച്. എന്റെ ഡ്രസ് മറന്നു വെച്ചോന്നല്ലേ. ട്രാവൻകൂർ കിങ്ങിന്റെ എപ്പോഴും ഒരു സെറ്റ് ഡ്രസ്സായിരിക്കും. നോക്ക്, എന്റെ പുതിയ ഇത് പോയിട്ടുണ്ട്. കല്ല് പോലെ ഇരിക്കുന്നു. 500 year old കോപ്പർ കല്ല് പോലെ ഇരിക്കുക. ഷേപ്പ്ലെസ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ.
ഓ ഇതാണ് ബാഡ്ജസ് ആൻഡ് റാങ്ക്സ്. ബാഡ്ജുകളും റാങ്കുകളും. ഇത് DGPയുടെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഓഫ് ജനറൽ ഓഫ് പോലീസ് ASP, ഡെപ്യൂട്ടി കമാൻഡർ, ഡെപ്യൂട്ടി സൂപ്പറിൻറ്റൻഡൻറ്റ്. ഇതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളാ കുക്കു. വാ കുക്കു ഇവിടെ വന്നിട്ട് പഠിക്കാനുള്ള എന്തൊക്കെ ഫോട്ടോ എടുത്തിട്ട് പോകുന്നു കൈസ്. അപ്പൊ അങ്ങനെ നമ്മള് പോവല്ലേ? എനിക്ക് ഇവിടെ കയറി ഇഷ്ടമായി. ഇവിടെ കയറി ഇഷ്ടമായോ? പുറത്തായോ? കാര്യം ചെറുതാണെങ്കിലും പുറത്തായോ? പോവല്ലേന്നാ? നല്ല ചൂടായി, 1 മണിയായി, നല്ല നട്ടുച്ച വെയിൽ. വാ. ഏകദേശം 3184 കിലോ തൂക്കമുള്ള ഉരുളിയാണിത്. ഏതാണ്ട് 190ഓളം ജോലിക്കാർ 13 മാസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. 2012 ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള ഉരുളിയാണിത്. ഗൈസ്, കൊച്ചിയിലൊരു ഭയങ്കര വൈബുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെയല്ല, ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അത് ഇവരുടെ തന്നെ വേറൊരു ബാറുണ്ട് മട്ടാഞ്ചേരി. ഞാനും എൽദോവും എറണാകുളത്തുള്ള എൻ്റെ എല്ലാ കറക്കങ്ങളും. എടാ എൽദോ, നിന്നെ വിളിക്കുന്നടാ. ഞാൻ എറണാകുളത്തുള്ള സമയത്ത് എൻ്റെ എല്ലാ കറക്കങ്ങളും എൽദോൻ്റെ കൂടെയായിരുന്നു. ആ കുക്കു അഭിപ്രായം പറഞ്ഞല്ലോ ലൊക്കേഷനെ കുറിച്ച്. വൈകുന്നേരം വരെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ 2:30 എഴുന്നേപ്പിച്ച് ടേബിൾ 2:30 ഒഴുകി കൊടുക്കണമെന്ന് പറഞ്ഞു. വേണ്ടി വരും. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ട് വരണം. സാരില്ല, കാശ് കൊടുത്താൽ എന്താ, പണം പോട്ടെ, പ്രണാമം വരട്ടെ. പറ, എന്താ പറയാവുന്ന? ചേട്ടാ എവിടെയായിരുന്നു ഇത്രയും കാലം? എന്താ നമ്മള് നേരത്തെ കാണേണ്ട. ഇനി എന്ത് പറ്റിയെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കണം. ഇപ്പൊ ഒന്നും പറ്റില്ല, നമ്മള് നേരത്തെ കാണേണ്ടതായിരുന്നു. നമുക്കിതുപോലെ നേരത്തെ വൈബ് ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്പോഴും വൈബ് ചെയ്യാറുണ്ടല്ലോ. പക്ഷേ അതിലൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ 1-2 പ്രശ്നമുണ്ട്. അതിൽ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രായത്തിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ചേട്ടായി ഇപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 2004 എന്നപ്പോ ചേട്ടായി എത്ര എന്ത് ചെയ്യായിരുന്നു, ഞാൻ എന്ത് ചെയ്യായിരുന്നു എന്നൊരു ചോദ്യം വരുമ്പോ ഞാൻ ബേബി, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു. നീ ഞാനും തമ്മിൽ വെറും 5 വയസ്സിന്റെ വ്യത്യാസം. 5 years matters. പക്ഷെ 5 വയസ്സിന്റെ വ്യത്യാസം എനിക്ക് 35 വയസ്സാവും. അതിന്റെ നിനക്കൊരു ഉളച്ചിരി. നമ്മള് തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമല്ലോ. അപ്പൊ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ നിനക്ക് 30 വയസ്സാവും. എനിക്ക് 30. നിനക്ക് അപ്പൊ അടുത്ത 5 കഴിയുമ്പോൾ 30 വയസ്സാവും. എനിക്ക് 35 വയസ്സാവും. അത്രേ ഞാൻ പറഞ്ഞോളൂ. നമുക്ക് ആ ഒരു ധാരണ കൂടുതൽ ഇളക്കല്ലേ. കുത്തു ഞാൻ എന്റെ ഫ്രഞ്ച് ഫ്രൈസ് പോലും. ഫ്രഞ്ച് ഫ്രൈസും വേറെന്താ പറഞ്ഞിരിക്കുന്നത്? കാളഞ്ചി ഗ്രിൽഡ്. ഒരു രക്ഷയില്ലാത്ത സാധനം. അലിഞ്ഞു പോകുന്നൊക്കെ പോലെ ഭയങ്കര വേർത്തി കേട്ടോ. രക്ഷയില്ല സാധനം. കാളാഞ്ചി ഗ്രിൽഡ്, ജാങ്കോ സാധനം പൊളിയല്ലേ? അല്ലേ ഇതില്ലേ? ഗായ്സ്, അങ്ങനെ കുക്കു ജീവിതത്തിൽ ആദ്യമായിട്ട് ഫെറി സർവീസിൽ കയറാൻ പോകണം. നല്ല ഉറക്കക്ഷീണമുണ്ട് കുക്കുന്റെ മുഖത്ത്. കുക്കു ഈ നേരം വരെ വെയിറ്റിംഗ് വന്നപ്പോൾ കുറേ നേരം കിടന്ന് ഉറങ്ങി. ഇതാണ് ഫെറി. ചേട്ടാ എന്നോട് ചങ്ങാടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന്റെ മോളെ വെച്ച് കിട്ടിയ സാധനം കിട്ടുന്നു. 65 രൂപയാണ് ഗായ്സ് ഇതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാറ് കയറ്റാൻ വേണ്ടിട്ടോ. 65 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ കാറ് ഇതിനകത്ത് കയറ്റാം. അയ്യോ, പാട്ട് പാടും, കോപ്പിറൈറ്റ് അടിക്കും. ചേട്ടയുടെ പാട്ടിന് കോപ്പിറൈറ്റ് അടിക്കൂല. ഏത് പാട്ടാന്ന് അവർക്ക് മനസ്സിലായില്ലേ, അവർക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ പറ്റില്ല. കോമഡി തന്നെ. കുക്കു സന്തോഷമല്ലേ? കുക്കു ആദ്യമായിട്ടല്ലേ ഫെറി കയറേ?
കുക്കുവിന്റെ ലൈഫില് ആദ്യമായിട്ട് കൊറേ സ്ഥലങ്ങളില് കൊണ്ടുപോയിട്ടുള്ള ഒരാളാരാ? അപ്പൊ ഞാനോ? കുക്കു ചിലപ്പോ ഒമിറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് തന്നെ കമ്പത്തിക്കോ, പുറത്തിറങ്ങി കമ്പത്തട്ടോ. വരികയാണെങ്കിൽ ഞാൻ ഡോർ തുറന്നാൽ പുറത്തിറങ്ങാൻ അങ്ങോട്ട് കമ്പത്താ. കായലല്ലേ. ഇന്ന് കപ്പ ഇറച്ചി കഴിക്കാൻ പോണം. ബാജിയുടെ കപ്പ ഇറച്ചി. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോകുന്ന ചൂടാട്ടോ. എനിക്ക് കുറച്ച് ചൂടാക്കി നമുക്ക് വണ്ടി എടുത്ത് നമുക്ക് AC ഇട്ടിരിക്കാം. അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കാം. നമുക്കൊരു പുറത്തിറക്കാൻ പേടിയാ, വെള്ളമായതുകൊണ്ട്. ഞങ്ങള് ആക്ച്വലി വല്ലാർപാടം പള്ളിയിൽ വന്നിരിക്കുക. വേറൊന്നുമല്ല, നമ്മുടെ അളിയനും പെങ്ങളും കൊച്ചും ഇവിടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് അവരെ കൂടി അപ്പൊ അനിയത്തിനെ അളിയനെയും കൊച്ചിനെയൊക്കെ കണ്ടിട്ട് കുറെ ദിവസമായി, കുറെ നാളായി. അപ്പൊ ഇങ്ങനെ ജോക്കുനെ കാണാൻ പോവാണ്. ജോക്ക് ഇതുവരെ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. സൂപ്പർ സ്റ്റാർ ജോക്കുട്ടൻ. ജോക്കുട്ടനൊരു നാണക്കാരൻ തന്നെ. ജോക്കു എങ്ങോട്ടാ പോയാ? പക്ഷെ ഇനി 62 പഠിക്കില്ല. 62 പഠിക്കില്ല. 2 ജോക്കു ജോക്കൂട്ട ആവശ്യമായെന്ന് തോന്നണല്ലോ. ആവശ്യമായോ ജോക്കു? എങ്ങനെയുണ്ട്? ഇവിടെ ഒരു സർബത്തോടെ കൂടെ തുറക്കണം. ഇഷ്ടപ്പെട്ടോ? ജോക്കു എല്ലാം കാണാൻ പറ്റണ്ടോ? ഇതേതോ അല്ലല്ല, അത് മറൈൻ ഡ്രൈവ്. അതാണ് നമ്മൾ വന്നു വഴി. ഇത് കണ്ടെയ്നർ ഡ്രൈവ്. കുക്കു എവിടെയാ? ഞങ്ങള് കപ്പ ഇറച്ചി കഴിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെ? ബാജിയുടെ കപ്പ ഇറച്ചി. തുറവൂർ. തുറവൂർ. എന്നുണ്ട്? ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതെന്താ സ്പൂണറ വെച്ചോ? ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു കപ്പറച്ചോടെ. എന്നുണ്ട് നോക്കൂ? അഭിപ്രായം പറ. അഭിപ്രായം പറ. കപ്പയും അങ്കമാലിക്കാരുടെ കപ്പയും പൊന്നിയ അഭിപ്രായം. കഴിഞ്ഞ 4 തവണ ഇവിടെ വന്നപ്പോ തുറന്നിട്ടുണ്ടായില്ല. 4 തവണ ചെന്ന് 4 മാസമായിട്ടാണ് എങ്ങനെയുണ്ടായിരുന്നു കുക്കു കപ്പ ഇറച്ചി? പറയേണ്ട കാര്യമുണ്ടോ? ഷിമോൻ എങ്ങനെയുണ്ടായിരുന്നു കപ്പ ഇറച്ചി? മനസ്സിലാവും. ആക്ച്വലി ഞാനുണ്ടല്ലോ കപ്പയും പന്നിയായിരുന്നു. പിന്നെ കപ്പയും പോട്ടി ആ ഒരു ലെവൽ വന്നില്ല. പക്ഷെ കപ്പയും ബീഫും നമ്മൾ പാഴ്സൽ വാങ്ങി. ഇന്ന് തീറ്റയോട് തീറ്റ. ഞാൻ ആക്ച്വലി ഉണ്ടല്ലോ, ഞാന് 7ാം ക്ലാസ്സിൽ ഈ തുറവൂര് പഠിക്കാൻ വരുന്ന സമയത്ത് പുള്ളിയുണ്ട്. അന്ന് ഈ കടയൊന്നുമല്ല, ചെറിയൊരു കുഞ്ഞു കടയായിരുന്നു. അന്തക്കാലം മുതൽ ഞാൻ കഴിക്കുന്നതാണ്. അന്നും ഇന്നും ഇത്രയും ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ. സീരിയസ്ലി ഇത് വേറെ ഒരിടത്തും. നിനക്ക് വേറെ എവിടെയും പോയി കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ ടേസ്റ്റിൽ കപ്പയും മന്തി? 2 തവണയോ 2 തവണ എന്തോ കഴിച്ചുള്ളൂ. കാരണം അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോ പോയി നോക്കും. 4 തവണ 5 തവണ. പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താ പറയുമ്പോ, നമ്മൾ അങ്കമാലി അല്ലെങ്കിൽ മഞ്ഞപ്പുറന്ന് കഴിക്കാൻ കരുതി വരുമ്പോ മച്ചാൻ തുറന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ മൂഞ്ചി തിരിച്ചോണ്ടി വരും. അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് ഞങ്ങൾ നേരത്തെ പോയപ്പോൾ ചോദിച്ചു തുറക്കുമെന്ന്. അപ്പോൾ പുള്ളി തുറക്കുമെന്ന് ഉറപ്പ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കഴിഞ്ഞ് 2 ദിവസത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ് കറങ്ങി വീട്ടിലേക്ക് പോവാണ്. വയ്യ, ടയർഡായി, ഇപ്പോൾ കിടന്ന് ഉറങ്ങണം. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് ഞങ്ങൾ ഉടനെ തിരിച്ചു വരാം. അതുവരേക്കും ബൈ ബൈ. ടാറ്റ പറടാ.